ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ മുന്നേറുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ ജപ്പാനെ കൂടി മറികടന്ന് നമ്മളൊരു മൂന്നാം സ്ഥാനത്തേക്കൊക്കെ എത്തുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് സൈനികമായിട്ടൊക്കെ തന്നെ ഇന്ത്യയുടെ ഈ മുന്നേറ്റം ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ മറ്റു രാജ്യങ്ങളെ വിരൽ പിടിപ്പിക്കില്ലേ? ലോകത്തെ മറ്റു രാജ്യങ്ങളെ അല്ല വിരൽ പിടിപ്പിക്കുന്നത്. ഇപ്പം നമ്മുടെ രാജ്യത്ത് വളരെ വിളറി പിടിപ്പിച്ചു. കാരണം ഇന്നത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അല്ലെങ്കിൽ ഓരോ പാദമാണ് 3 മാസം കൂടുമ്പോൾ ഏറ്റവും അവസാനത്തെ പാദമാണ് രസം. കാരണം നമുക്കിതിലെ ഈ GDP കൊണ്ടുവന്നിട്ട് അമേരിക്ക ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ GDP എല്ലാം താഴെ പോകും, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും, മോദിക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ അല്ലെങ്കിൽ സമാധാനം പറയണം, അല്ലെങ്കിൽ സന്ധി ഉണ്ടാക്കണം, വ്യാപാര കരാർ ഉണ്ടാക്കണം, ഇങ്ങനെ പ്രതിഷേധിക്കാത്ത കാര്യം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വരും. ഭയങ്കര കരച്ചിലായിരുന്നല്ലോ ഇവിടുത്തെ സുഡാപ്പി കുഞ്ഞുങ്ങളും ചിലപ്പോൾ ഇന്ത്യക്കപ്പുറം അമേരിക്കയെ സ്നേഹിക്കുന്ന ചില ആൾക്കാരും നമ്മുടെ പ്രതിപക്ഷ നേതാവും ഒക്കെ. ആ സമയത്ത് ഇതാണ് ഏറ്റവും കൂടുതൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മുടെ ഈ അദ്ദേഹം ഈ GDPക്കകത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയില്ലായിരുന്നു. ഈ ദീപാവലി സമയത്തും അതിനുശേഷം നമ്മുടെ പൂജപ്പൂ സമയത്തും ഒക്കെ ലോകം ചർച്ച ചെയ്തുണ്ടായിരുന്നു ഇവിടുത്തെ വിൽപ്പന അല്ലെങ്കിൽ ഉണ്ടായ ഒരു വിൽപ്പനയ്ക്കകത്തുണ്ടായ ഒരു വ്യത്യാസം. ഇപ്പം ലോകത്ത് IMF ഉൾപ്പെടെ അല്ലെങ്കിൽ ലോകത്തെ ഇതിന്റെ കണക്കെടുക്കുന്ന ചില ഏജൻസികളുണ്ടല്ലോ, ആ ഏജൻസികളുടെ കണക്ക് പ്രകാരം കുഴപ്പമൊന്നുമില്ലായിരുന്നു, അല്ലെ താരിഫ് വിഷയത്തിൽ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ 7 അല്ലെങ്കിൽ 7.6 വരുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ 6.2 എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് വന്നത്. പക്ഷെ ഇപ്പം വന്നപ്പോൾ 8.2ലേക്ക്, അതായത് ഇവിടുത്തെ ഈ പറയുന്ന ഈ GDP ഗ്രോത്ത് നേരത്തെ IMF പറഞ്ഞു മറ്റ് അമേരിക്കയോ അല്ലെങ്കിൽ ഈ പറയുന്ന ചൈനയോ ഒക്കെ 2% വളരുന്ന വളർച്ച അടുത്ത ഒരു ഘട്ടത്തിൽ ഇവിടെ 7-8% GDP ഗ്രോത്ത് 7 കൊല്ലം കൊണ്ട് വരുമെന്ന് പറഞ്ഞു. ആ 7-8% ഇപ്പോഴത്തെ ലോകത്തെ നമ്പർ 1 ആയിട്ടുള്ള അമേരിക്ക വരണമെങ്കിൽ 30 കൊല്ലം എടുക്കുമെന്നും ചൈന വരണമെങ്കിൽ 30 കൊല്ലം എടുക്കും. ചൈനയിലും 2% ഗ്രോത്ത് ആണ്, 30 കൊല്ലം എടുക്കും. അത് സ്റ്റേബിളായിട്ടുള്ളതും വളരെ സ്പീഡി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു എക്കണോമി അല്ലെങ്കിൽ ഈ സാമ്പത്തിക വളർച്ച ഇന്ത്യക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതാരാ പറയുന്നത്? പണ്ട് നമ്മൾ ചിരിക്കുന്ന ഇത് ഇല്ലാത്ത 116 പട്ടിണിക്കകത്ത് 116 ഓരോ ഇൻഡെക്സുകളുണ്ട്. ശരി, സമ്പന്നയോ സന്തോഷമുള്ള രാജ്യം, പട്ടിണിയില്ലാത്ത രാജ്യത്തൊക്കെ പുറകെ നടന്ന ആൾക്കാർ തന്നെ ഇപ്പൊ ഈ പറയുന്ന റേറ്റിംഗ് ഇൻഡെക്സ് ഒക്കെ ആയിട്ട് വരുന്ന IMF ഉൾപ്പെടെ ഉള്ളവരായി പറയുന്ന അഭിപ്രായം. കാരണം ഇത് പറഞ്ഞില്ലെങ്കിൽ അവന്റെ ഇതുവരെ ഏജൻസികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പം ഇപ്പൊ ഇതിനകത്ത് പരിശോധിച്ചപ്പോൾ ഓരോ പാദം, ഏറ്റവും അവസാനത്തെ പാദമായി പറഞ്ഞത് ലോകം പറഞ്ഞതിനേക്കാട്ടിൽ സ്പീഡിൽ ഇവിടുത്തെ ഇത് പോയി. അതായത് ഇതുപോലുള്ള ഏജൻസികളാണല്ലോ, വിശ്വാസികളുള്ള ഏജൻസി ഇത്ര ശതമാനമേ വരത്തുള്ളൂ ഇന്ത്യ മഹാരാജ്യം. ആ സമയത്താണ് ഇതിപ്പോ 8.2 വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ പറയുമ്പം ഉൽപാദന രംഗം, സേവന രംഗം, നിർമ്മാണ രംഗത്ത് വളരെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കഴിഞ്ഞ വർഷത്തെ 5 ഇതേ സ്ഥലത്ത് 5.2% ഈ പറയുന്ന വളർച്ച. അതിപ്പോൾ 8.2 ഇതായി 8.2% പോയി. ഇതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ചൈനയുടെ 1% കുറഞ്ഞിരിക്കുക. ചൈന ഏതാണ്ട് 5.1 ഇപ്പോൾ 4.6 അതായത് ചൈനയെ കയറ്റുമതി മാത്രം ആശ്രയിച്ചിരിക്കുന്ന രാജ്യമാണ്. അപ്പം അവരുടെ പുറകിലായി. അതുപോലെ 2008 ഈ ചൈനയുടെ $4 ട്രില്യൺ ആയിരുന്നു അവരുടെ ഈ ആസ്തി. അത് ഒരു 16 കൊല്ലം കൊണ്ടാണ് ഈ പറയുന്ന 19 ട്രില്യണിലേക്ക് പോകുന്നത്. ഈ 2035 ആകുമ്പോഴത്തേന് നമ്മൾ ചൈനയ്ക്ക് ഒപ്പുവെത്തുന്നു. ഇപ്പോഴത്തെ പുതിയ ഇത് 2039 ആകുമ്പോഴത്തേന് ഇന്ത്യ 26 ആയി. അതിനുവേണ്ടി നമ്മൾ പറയും 39 പറയാം, അതിനുവേണ്ടി കാര്യമൊന്നുമില്ല. അതായത് വളരെ വേഗത്തിൽ പോകുന്ന ഒരു സമ്പദ് വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്നത് പോലെ ട്രംപ് ഈ താരിഫുമായിട്ട് നമ്മളെടുത്ത് വന്നത്. അല്ലെങ്കിൽ നമ്മളെ ഒരു കാരണവുമില്ലാതെ അതുവരെ മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് ഒരു സുപ്രഭാതത്തിൽ ചൈനയ്ക്ക് 30% കൊടുത്തപ്പോൾ നമുക്ക് 50% എടുത്തു. നമ്മളെ പല രീതിയിൽ കൂച്ചുകൾ. ഇപ്പൊ വേറെ വലിയ കാര്യമുണ്ട്, 50 രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാർ വരുക ഇന്ത്യ. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഏറ്റവും വലിയ രാജ്യമായിട്ട് ഇപ്പം നിൽക്കുന്നതും അത് സമ്പത്തിന്റെ കാര്യത്തിലായാലും പ്രതിരോധത്തിന്റെ കാര്യത്തിലായാലും ലോകത്തെ നിയന്ത്രിക്കുന്നത് ഇപ്പോഴും ഈ പറയുന്ന അമേരിക്ക ആകുമ്പോൾ അമേരിക്കയ്ക്ക് സാധ്യമായിട്ടില്ല സിനുജി ഇതുപോലൊരു മുന്നേറ്റം പോട്ട് അവരാ നമ്മളവരുടെ ഇപ്പം നമുക്കിപ്പോഴും GDP അവരോട് നോക്കുമ്പോൾ പദം കണക്കും മുന്നേറ്റമല്ല. പല കരാറുകളും വ്യാപാര കരാറുകൾ പല രാജ്യങ്ങളുമായിട്ട് പറ്റിയിട്ടില്ല, യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് പറ്റുന്നില്ല, G7 രാജ്യങ്ങളുമായിട്ട് പറ്റുന്ന. ആ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിസന്ധിയിലാക്കി അല്ലെങ്കിൽ ഇവിടേക്ക് ഇയാളുടെ സാധനം വേണ്ട, ഇയാളുടെ സാധനം ഇവിടെ ഇറക്കണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ലോകം മൊത്തവും
അവൻ ചവിട്ടിപ്പിടിച്ച ചെമ്മീൻ വിൽക്കാൻ സംവിധാനം ഉണ്ടാക്കി. ഈ ലോകത്ത് ഇപ്പം പ്രബലമായ 50 രാജ്യങ്ങളുമായിട്ട് വ്യാപാര കരാർ ഇന്ത്യ ഉടനെ ഉണ്ടാക്കിയതിനുള്ള എല്ലാ കാര്യങ്ങളുമായി. അതായത് എന്താ വരുന്നേ, ചുമ്മാ അതങ്ങ് വരുമോ? പണ്ടെന്താ വരാഞ്ഞ്? മോദിയുടെ താടി കണ്ടോണ്ടാന്ന്, അല്ലെ മോദിയുടെ ചിരി കണ്ടോണ്ടാന്ന്, അല്ലെ നമ്മളോടൊരു സഹതാപം കണ്ടോണ്ടാന്ന്. ആ സഹതാപം കാണാനെങ്കിൽ എന്തും വേണ്ടി സഹതാപം കണ്ട് നമ്മുടെ കൂടെ നിൽക്കേണ്ട അവസ്ഥകൾ പലയുണ്ടാകും. ഒന്നുമല്ല, ഇവിടുത്തെ ഈ പറഞ്ഞ സ്ഥിരമായ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ, വളരെ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഉൽപാദന രംഗത്തും സേവന രംഗത്തും നിർമ്മാണ രംഗത്തെയും ഒരു വലിയ കമ്പോളം. അപ്പൊ 140 കോടി ജനം ഉണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ പറയും യു എന്ന് പറയും. അല്ല, 30 കോടി ജനം അമേരിക്കയിലുള്ളത്. ഇവിടുത്തെ 60-70 കോടി ജനത്തിന്റെ വാങ്ങൽ ശേഷി ഇല്ല, അതിന്റെ പകുതിയേ ഉള്ളു അവന്റെ മൊത്തത്തിലുള്ള ഇത്. അത് ലോകത്ത് എവിടെ ഏത് സാധനവും ഇവിടെ കൊണ്ടുവച്ച് കച്ചവടം ചെയ്യാം. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പോളമാണ്. ഇതുകൊണ്ടാണ് ലോകം മൊത്തം രാജ്യങ്ങൾ നമ്മളുമായിട്ട് വ്യാപാരത്തിൽ ഏർപ്പെടുന്നേ. വ്യാപാര കരാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധനം അങ്ങോട്ട് കയറി പോകുന്നത് പോലെ അവരുടെ സാധനം ഇങ്ങോട്ടൂടെ വരുമല്ലോ. ഇത് ലോകത്ത് വ്യാപാര കരാറിന് ലോകത്തിന്റെ ഒരു നിയമമുണ്ട്. ആണ് പല സാധനങ്ങൾ നമുക്ക് വേണ്ടാത്ത സാധനങ്ങൾ പോലും ഇത്ര ശതമാനം ഞങ്ങളുടെ ഇങ്ങോട്ട് എടുത്ത് വെക്കുന്നു, നമ്മുടെ അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ചില സിസ്റ്റങ്ങളുണ്ട്. ഇതെല്ലാം പറഞ്ഞാൽ പരസ്പരം നമ്മുടെ ആഗോളവൽക്കരണം, സ്വകാര്യമൊക്കെ അതിനകത്ത് ചില നിയമം. അതുകൊണ്ട് നമ്മളോട് പണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ 30 കൊല്ലം നമ്മളോട് ഒരു കരാറുമില്ല. എന്ത് ബ്രിട്ടൻ എന്തോ ഇപ്പൊ സ്നേഹം വന്നു. അതിനുശേഷം ആ ബ്രിട്ടന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടി മിഷൻ 2023 അല്ല 2030 എന്ന് പറഞ്ഞിട്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇവിടെ എന്നിട്ട് പറയാം, ഇവിടുത്തെ അന്ന് ഓർമ്മയില്ലയോ, ലോകത്ത് ചൈനക്കാരൻ ബ്രിട്ടൻകാരന്റെ പരിശീലിപ്പിക്കുന്ന അവരുടെ വ്യോമസേനയാണ്. ഇതിന്റെ കൂടെ നമ്മൾ പറയാം നമ്മുടെ വ്യോമസേന എന്ന് അവരുടെ വിമാനം പറത്തുന്നവരെ ഒന്ന് പരിശീലനം കൊടുക്കണമെന്ന്. അപ്പൊ ഇതേ രീതിയിലേക്ക് ലോകം ബ്രിട്ടൻ നമ്മളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നേട്ടമല്ലേ. 30 കൊല്ലം നമ്മളിവന്റെ പുറകെ നടന്ന് നമ്മളെന്ന് ഇന്ത്യ പാമ്പിനെ കളിപ്പിക്കുന്നു, ടാക്സ് വേണ്ട, ഒന്നും വേണ്ട, 0% ലാഭം മതി എന്നുള്ള രീതിയിലേക്കൊക്കെ മാറുന്നു. അപ്പോൾ ഈ വ്യവസ്ഥയെ, സമ്പദ് വ്യവസ്ഥയെ ഇങ്ങനെ കുതിക്കാനായിട്ട് പ്രേരിപ്പിച്ചത് മാറി മാറി വരുന്ന UPA സർക്കാർ ആയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ മറ്റു സർക്കാരായിരുന്നല്ലോ. അപ്പോൾ NDA സർക്കാർ വന്നപ്പോൾ അവർക്കൊരു വിഷൻ ഉണ്ടായി. ഈ വിഷന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ മാറണം, നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടണം, GDP-ന് ഒരു ഗ്രോത്ത് ഉണ്ടാകണം. ഇതെല്ലാം തന്നെ ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നു. അതിൽ അസൂയപ്പെടുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാകുന്നത് വേറെ എങ്ങും ഇല്ലപ്പാ. നമ്മുടെ രാജ്യത്തില്ലേ കൂടുതൽ. അതാണ് നമ്മുടെ രാജ്യത്തിലെ പ്രശ്നം. നമ്മുടെ രാജ്യത്ത് ഇപ്പൊ തന്നെ ഏറ്റവും അവസാനം ഡൽഹി സ്ഫോടനം കാണിക്കുന്നത് എന്തുവാ? സിന്ധൂറിന് തിരിച്ചടിക്ക് ശേഷം ഇവിടെ പമ്മി ഇരുന്നവന്മാർ ആക്റ്റീവ് ആയെന്നില്ലേ ഇതിന്റെ അർത്ഥം. അവരാഗ്രഹിക്കുന്ന പോലെ. അതായത് ഇവിടാണ് ഇതിന്റെ 2.5 എന്ന് നമ്മുടെ ഈ പറയുന്ന പോലെ രാജ്നാഥ് സിംഗ് നമ്മുടെ ഈ കരസേനാ മേധാവി അല്ലെങ്കിൽ സൈനിക മേധാവി ഒക്കെ പറഞ്ഞ ആരെ, ഈ ആഭ്യന്തര ശത്രുക്കളാണ് നമുക്ക് വിഷയം. ഇതിനകത്ത് അമേരിക്കക്കാരുണ്ട്. ഇന്ത്യയിൽ അവൻ ജനിച്ചത്, ഇന്ത്യയിൽ അവന്റെ തന്തയും ഇന്ത്യയിൽ അവന്റെ തള്ളയും. പാകിസ്ഥാൻകാരുണ്ട്, അവന്റെ തന്ത ഇന്ത്യ, പക്ഷെ കൂറവിടെ അമേരിക്കയില അല്ലെങ്കിൽ പാകിസ്ഥാനില, മറ്റു പല രാജ്യങ്ങൾക്കും ഇല്ലാത്തൊരു. പക്ഷെ വേറൊരു കാര്യം കൂടെ നമ്മൾ അഭിമാനം കൊള്ളണം. ഈ കൂറുള്ളവന്റെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു രീതിയിലേക്കാണ് നമ്മളിപ്പോ ഇന്ത്യ മഹാരാജ്യത്തെ കാണുന്നത്. കാരണം പല രാജ്യങ്ങളിലും ഇതുപോലെ വലിയ വലിയ പ്രബുദ്ധമായ രാജ്യങ്ങൾ, ബ്രിട്ടൻ പോലെ അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്ക ഉൾപ്പെടെ ഉള്ളത് ആഭ്യന്തര കലഹം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പം പലവട്ടം ഇവിടെ ഉണ്ടാക്കിയിരുന്ന കലഹം ഇവിടെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. 40% കഴിഞ്ഞ സർവേ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ രാജ്യസ്നേഹികളാ. ജൻസി കലാപങ്ങൾ ഉരുത്തിരിയാഞ്ഞിട്ടല്ല, ഉരുത്തിരിഞ്ഞാൽ പഴയതുപോലെ വിജയിക്കുന്നില്ല. ഒരുപക്ഷെ ഉരുത്തിരിയുന്ന കലാപത്തെ അടിച്ചമർത്താൻ പോലീസിനും പട്ടാളത്തിനും മുമ്പേ തന്നെ ഇവിടുത്തെ യുവജനങ്ങളും യുവതയും തയ്യാറാവുന്ന രീതിയിലേക്ക് പോകുന്നു. അതിനകത്ത് അഭിമാനമുണ്ട്. അപ്പൊ നമ്മളീ പറഞ്ഞ സിനുജി പറഞ്ഞ വളരെ കറക്റ്റ് അല്ലേ. ഇതിന് തയ്യാറെടുത്തിരിക്കുന്ന ഒരു ഗവൺമെന്റ് GDP ഗ്രോത്തിന് 55 കൊല്ലം ഭരിച്ച് കോൺഗ്രസും അല്ലെങ്കിൽ ആ കാലഘട്ടം അത്രയും ഈ 2014 മുമ്പ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് 2.2. പിന്നെ ഈ 10 കൊല്ലം കൊണ്ട് ഇരട്ടിയാവുക മോശമാ. 10 കൊല്ലം കൊണ്ടാണ് 4.6 ആവുന്നത്. അതൊരു 10 കൊല്ലം കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിക്കുകയാണ്. ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഈ കോവിഡിന്റെ സമയത്ത് മുന്നേറിയിട്ടുള്ള രാജ്യം, യുദ്ധം ചെയ്ത് മുന്നേറിയ രാജ്യം, ഇപ്പൊ ഏറ്റവും അവസാനം ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള അമേരിക്ക അവിടെ നിലടാന്ന് പറഞ്ഞപ്പോ നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന GDP. ഇത് വിസ്മയിപ്പിക്കപ്പാ. അതിന് നമ്മൾ അഭിമാനം, എനിക്ക് അഭിമാനമാണ് ഉള്ള കാര്യം പറയല്ലേ. എന്റെ അമ്മാമ്മന്റെ മോനും ഒന്നുമല്ല നരേന്ദ്ര മോദി. പക്ഷെ എന്നാലും ഒരു രാജ്യസ്നേഹി എന്ന നിലയിൽ നമുക്ക് അഭിമാനം മാത്രമല്ല, നമുക്ക് മറ്റു രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിച്ച് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. സൈനിക കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര കാര്യങ്ങളിലും സൈനിക കാര്യങ്ങളിലും അതുപോലെ ജനങ്ങൾ
ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും ഒക്കെ തന്നെ ഒരു ഭരണകൂടം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ആരാണെന്ന് നോക്കിയിട്ടല്ലോ ആ ഭരണകൂടത്തെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത്, അല്ലെ അവരുടെ മികവിനെ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ തന്നെ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന രാജ്യമാണ് പണ്ട് അമേരിക്ക. കാരണം നമ്മൾ ഇപ്പൊ അവിടെ അതല്ല, ഇവിടെ അത് മറ്റേനെ കാച്ചു ഇവനെ കാച്ചു എന്നുള്ളതാണ്. പണ്ട് അമേരിക്ക പ്രതിപക്ഷത്തിരുന്നാൽ അവരുടെ രാജ്യത്തിന്റെ താല്പര്യത്തിനകത്ത് അവർ ഒന്നിച്ചായിരുന്നു. ഇതുപോലെ അടച്ചിടാനും വളരെ പറ്റുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ വികസനത്തിൽ ഊന്നി നിൽക്കുന്ന രാഷ്ട്രീയം മാത്രമായിരുന്നു ഇവിടെ. അതല്ലല്ലോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഭരിച്ചിരുന്നവർ അതിന് താല്പര്യം എടുത്തിരുന്നില്ല. അപ്പൊ താല്പര്യം എടുത്താൽ, പ്രവർത്തിച്ചാൽ, പ്രവർത്തിപ്പിച്ചാൽ, അതിനുവേണ്ടി നിന്നാൽ, അതിനുവേണ്ടി തുനിഞ്ഞാൽ നടക്കും എന്നുള്ള കാര്യം ഉറപ്പ്. ആര് നിർത്തിയാലും കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ അത് നടക്കും. നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സംസ്കാരം നമ്മൾ പണ്ടുപോലെ അഭിമാനം കൊള്ളുന്ന, ആർക്കും തറക്കാൻ പറ്റാത്ത, പ്രകൃതി അനുഗ്രഹിച്ച, അതേ ഭൂപ്രകൃതി ഉള്ള, അല്ലെങ്കിൽ അതേ സമ്പുഷ്ടമായ എല്ലാം ഉള്ള ഒരു മഹാരാജ്യമായത്. എല്ലാ സാധ്യതകളും നമ്മളതിനെ അവിടെ ഇവിടെ ആർക്കൊക്കെയോ വേണ്ടി ഒതുക്കിയിരുന്നു. അതിന് തുറന്നു വിട്ടാൽ ലോകത്തിന് പണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ ഏറ്റവും വലിയ GDP ഉള്ള ഭാരതം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് ഇന്ത്യ കൊണ്ടുവരാൻ വലിയ പാടൊന്നുമില്ല. അത് അതിന്റെ അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അല്ലെങ്കിൽ ഇന്ത്യ കുതിക്കുന്നു, അല്ലെങ്കിൽ മോദി കുതിക്കുന്നു, ട്രംപ് കിതയ്ക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.